സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 440 രൂപ കൂടി 1,01,800 രൂപയായി. ഗ്രാമിന് 55 രൂപ ഉയർന്ന് 12,725 വില. ഇന്നത്തെ സ്വർണ്ണവില ഇന്ന് സ്വർണ്ണവില 3 തവണ കൂടിയിരുന്നു. 1,760 രൂപയാണ് ഇന്നലെ വർദ്ധിച്ചത്. വിവരങ്ങളുമായി ബീന റാണി ഒപ്പം ചേരുന്നു. ബീന റാണി, വീണ്ടും സ്വർണ്ണവില കുത്തനെ കൂടുകയാണ്. 1,00,000 കടക്കുന്നു. ഇപ്പോൾ തങ്കപ്പനല്ല പൊന്നപ്പനാണെന്ന് പറയേണ്ട അവസ്ഥയാണ്. ഏതായാലും ഈ സ്വർണ്ണവില ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. കാരണം വെനസ്വേല പ്രതിസന്ധിയിലാണ്. അവിടെ സ്വർണവും ഇന്ധനവും വലിയ നിക്ഷേപം ഉള്ള ഇടമാണ്. അതുകൊണ്ട് സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ കേട്ടിരുന്നു. കൃഷ്ണരാജ്, ഈ ഡിസംബർ 23-ാം തീയതിയാണ് സ്വർണ്ണവില ആദ്യമായി 1,00,000 കടക്കുന്നത്. അതിനുശേഷം പിന്നീട് പലവട്ടം വില കുറയുകയും വീണ്ടും 1,00,000-ന് മേളിലേക്ക് എത്തി ഇപ്പോൾ സർവ്വകാല റെക്കോർഡ് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നു മാത്രം പവന് 440 രൂപ കൂടി 1,01,800 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഗ്രാമിന് 55 രൂപ കൂടി 12,725 രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. അമേരിക്ക വെനസ്വേല സംഘർഷം തന്നെയാണ് സ്വർണ്ണവില കൂടാൻ കാരണമെന്നാണ് ഈ വിപണിയിലുള്ളവർ വിലയിരുത്തുന്നത്. ഏതായാലും രാജ്യാന്തര വിപണിയിലെ വില വ്യത്യാസം തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്വർണം ഉപഭോക്താക്കളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര വിപണിയിലെ വില വർധനവും വില വ്യതിയാനവും എല്ലാം തന്നെ ഇന്ത്യയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വേറെ ഏത് സമയവും രാജ്യാന്തര തലത്തിൽ നടക്കുന്ന ഏത് അനിശ്ചിതത്വത്തിന് ഇടയിലും സ്വർണ്ണവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രധാന കാരണം ഇത്തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് സ്വർണത്തിലേക്ക് ഉപഭോക്താക്കൾ മാറുന്ന അല്ലെങ്കിൽ നിക്ഷേപകർ മാറുന്നതാണ് സ്വർണ്ണവില വീണ്ടും ഉയരാൻ കാരണം. ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഒപ്പം തന്നെ കുറഞ്ഞ കാലയളവിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ സ്വർണത്തിന് കഴിയുന്നു. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം ഇടയ്ക്കിടെ വരുന്നതും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ വിവാഹ സീസൺ തുടരുന്നതിനാൽ സ്വർണ്ണവിലയിലെ ഈ വർധനവ് കാര്യമായി ബാധിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് വിലയിലെ വ്യതിയാനം. കാരണം സ്വർണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക വസ്തു തന്നെയാണ്. വിവാഹ അവസരങ്ങളിലും ഒപ്പം തന്നെ മറ്റ് ആഘോഷങ്ങളിലും സ്വർണം ഉപയോഗിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള വ്യതിയാനം വലിയ തോതിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ചാണെങ്കിലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം വീണ്ടും ആളുകൾ സ്വർണം വാങ്ങാൻ എത്തുന്നത് കുറയുന്നു എന്നൊരു സാഹചര്യം ഇപ്പോൾ വ്യാപാരശാലകളിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം സ്വർണം വിൽക്കാൻ ധാരാളം ആളുകൾ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് വ്യാപാരികളെ പ്രതിസന്ധിയിലാകുന്നത് വ്യാപാരികളാണ്. സാധാരണയായി സ്വർണ്ണവില ഉയരുമ്പോൾ കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് വ്യാപാരികൾക്ക് എന്നാണ് പറയാറ്. പക്ഷേ ഈ സ്വർണം വാങ്ങാൻ ആളില്ല, ആള് കുറയുന്നു. മറുവശത്ത് സ്വർണം വിൽക്കുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. ആ നിലയ്ക്ക് വ്യാപാരികളാണോ ശരിക്കും പ്രതിസന്ധിയിലാകുന്നത്? തീർച്ചയായും കൃഷ്ണരാജ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളിലും വിവാഹ അവസരങ്ങളിലും മറ്റും സ്വർണം ഒരു അവശ്യ വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്വർണം വാങ്ങാനെത്തുന്നവർ കുറയുമെങ്കിലും സ്വർണം മാറ്റി വാങ്ങുന്നവരും ഒപ്പം തന്നെ സ്വർണം വിൽക്കുന്നവരും, സ്വർണം മാറ്റി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ വ്യാപാരികൾക്ക് അതുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതേസമയം സ്വർണം വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം പുതിയ സ്വർണം വാങ്ങിക്കുമ്പോഴാണ് വ്യാപാരികൾക്ക് ലാഭമെടുക്കാനാകുന്നത്. ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അത് തന്നെയുമല്ല, സ്വർണ്ണ വിലയിലുണ്ടാകുന്ന ഇത്തരത്തിൽ വ്യതിയാനം ആളുകളെ പുതിയ സ്വർണം വാങ്ങിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. കാരണം വില വ്യതിയാനം എപ്പോഴും ഉണ്ടാകാം. നാളെ ചിലപ്പോൾ വില കുറയാം, മറ്റന്നാൾ വില കൂടാം. ഈ ഒരു സാഹചര്യം നിൽക്കുന്നതിനാൽ സ്വർണം വാങ്ങിക്കുന്നവരുടെ എണ്ണം വളരെ കുറയുന്നുണ്ട്. ഒപ്പം തന്നെ ബുക്കിങ്ങും മറ്റും എടുക്കുന്നവർ, സ്വർണ്ണ വില കുറഞ്ഞ സമയത്ത് ബുക്ക് ചെയ്തവർ വീണ്ടും സ്വർണ്ണ വില കൂടുമ്പോഴും പഴയ വിലയ്ക്ക് തന്നെ അവർക്ക് സ്വർണം കൊടുക്കേണ്ട ഒരു സാഹചര്യം വ്യാപാരികൾക്കുണ്ട്. ഇതെല്ലാം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും രാജ്യാന്തര വിപണിയിൽ നടക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന ആളുകളായതിനാൽ ഉപഭോക്താക്കൾക്ക് പ്രതിസന്ധി നേരിടേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വില മുകളിലേക്ക് തന്നെയായിരിക്കും. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നതിനാൽ വില മുകളിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് വ്യാപാരികൾ കണക്കുകൂട്ടുന്നത്. യെസ്,
സ്വർണ്ണവില വീണ്ടും കുത്തനെ മേൽപോട്ട്. 440 രൂപയാണ് ഇന്ന് കൂടിയത്. 1,18,800 രൂപയാണ് പവൻ്റെ വില. ഇന്നലെ 3 തവണയാണ് സ്വർണ്ണവില കൂടിയിരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ബീന റാണി.